ഹലോ ഗൈസ്, ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാനിന്ന് പോകുന്നത് ഇന്ത്യൻ വിമൻസ് ഫുട്ബോൾ ലീഗിൻ്റെ മാച്ചിൽ മെഡിക്കൽ ടീമിൻ്റെ ഫിസിയോ ആയിട്ടാണ്. ആസ് എ ഫിസിയോ എനിക്കിതൊരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് മാച്ച് നടക്കുന്ന സ്ഥലം. മാച്ച് നടക്കുന്നിടത്തിട്ട് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഐസ് ബാഗ്സ് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അതും പോരായിട്ട് ഐസ് ബോക്സ് നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് വെക്കണം. കാരണം ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രോട്ടോക്കോളാണ് റൈസ് പ്രോട്ടോക്കോൾ. സോ ആഫ്റ്റർ റീച്ചിങ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. 3 times ഫുഡ് ഇവിടെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. രാവിലത്തെ ഫുഡ് വന്നിട്ട് ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. ദാറ്റ് വാസ് എ ഡിലീഷ്യസ് ഫുഡ്. ഇനി കുറച്ച് പ്രദർശനമൊക്കെ ആവാല്ലേ. സോ ഇവിടെ ഞാൻ എത്തിപ്പെട്ടത് ഫ്രണ്ടിൻ്റെ റെഫറൽ കാരണമാണ് കേട്ടോ. സോ ഇത് എങ്ങനെ ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗ്രൗണ്ടിലിരുന്നത്. സോ മാച്ച് വന്നിട്ട് 3 മാച്ചായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. മോർണിംഗ് ഒരു മാച്ച്, ഈവനിങ് ആൻഡ് നൈറ്റ്. സോ ഫസ്റ്റ് ടീം വന്നിട്ട് നല്ല രീതിക്ക് തന്നെ ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഞാനൊരു ഫുട്ബോൾ ലവറൊന്നുമല്ല, പക്ഷെ അവിടെ ഇരുന്നിട്ട് എനിക്ക് തന്നെ ആവേശം കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറ്, കോണ് വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയും പിന്നെ ദാലും ചിക്കനും ഉണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. പിന്നെ അതിനുശേഷം ഒരു വാട്ടർമെലൺ ജ്യൂസും. കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത മാച്ച് വന്നിട്ട് പൂനെയും മുംബൈയും ടീമും തമ്മിലുള്ള മാച്ചായിരുന്നു. വാശിയേറിയ ഒരു പോരാട്ടത്തിൽ ജയിച്ചത് മുംബൈ ടീമാണ് ജയിച്ചത്. എന്താ പറയുക, ഫുട്ബോൾ ലവറല്ലാത്ത ഞാനിതൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കഴിവ് ഫുട്ബോളിലുണ്ടായിരുന്നു. സോ മാച്ച് കഴിഞ്ഞ ശേഷം ചായ കുടിക്കാൻ പോയി. ടീയുടെ അവിടെ ഉണ്ടായിരുന്ന സാൻഡ്വിച്ച് ആയിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരും ഡൽഹിയും തമ്മിലുള്ള മാച്ചായിരുന്നു കേട്ടോ. എൻ്റെ മോനെ, ഞാനൊരു ബാംഗ്ലൂരുകാരി ആയിപ്പോയില്ലെന്നുള്ള അത്രയ്ക്ക് ആവേശം നിറഞ്ഞൊരു മാച്ച് തന്നെ ആയിരുന്നു കേട്ടോ. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.